മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര. ഡിസംബർ 4-ാം തീയതി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഭരണം നിലനിർത്താൻ സാധിച്ചതിന്റെ ആവേശം ഇപ്പോൾ മഹായുതിയിൽ കെട്ടടങ്ങിയിരിക്കുകയാണ്. നിസ്സഹായരായ ഘടകകക്ഷികൾക്കുമേൽ BJP മുഖ്യമന്ത്രിയെ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. 100-ലധികം സീറ്റുകൾ പിടിച്ചെടുത്ത BJPക്ക് സ്വാഭാവികമായും ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഘടകകക്ഷികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കമാണ് BJPയിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് മഹായുതിയിലെ പാർട്ടികൾ തന്നെ ഉന്നയിക്കുന്നത്. BJP നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ ഏക്നാഥ് ഷിൻഡെ ആരോഗ്യകാരണം ചൂണ്ടിക്കാട്ടി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഡിസംബർ 4-ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് BJP അറിയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും മഹായുതി സഖ്യത്തിന് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന ചോദ്യം കേന്ദ്ര നേതാക്കളെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ 1 വർഷം കൂടി അനുവദിക്കണമെന്ന് ഷിൻഡെ ആവശ്യപ്പെട്ടുവെങ്കിലും BJP അതിന് വഴങ്ങിയില്ല. മാത്രമല്ല, ഷിൻഡെയെ അവമാനിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിനു പിന്നാലെയാണ് ഡിസംബർ 4-ന് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രിയാകാനില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഷിൻഡെ രംഗത്ത് വന്നതോടെ മുന്നണി ബന്ധം ഏതു നിമിഷവും തകരുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് BJPക്കാരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ വലഞ്ഞിരിക്കുകയാണ് BJP എടുക്കുന്ന തീരുമാനമാണ് അന്തിമമെന്നും അതിനോടൊപ്പം ഉണ്ടാകുമെന്നും ശിവസേനയും ഏക്നാഥ് ഷിൻഡെയും പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഡിസംബർ 4-ന് മഹാരാഷ്ട്രയിൽ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് BJPയുടെ സംസ്ഥാന ഘടകം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷിൻഡെയും അജിത് പവാറും ഫഡ്നാവിസും ഒരുമിച്ചിരുന്നുള്ള യോഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു വിവരം. എന്നാൽ ഇത് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്ര BJPയുടെ പ്രഖ്യാപനം പുറത്തുവരുന്നത്. ഏക്നാഥ് ഷിൻഡെയെ മാറ്റി നിർത്തിയുള്ള സർക്കാർ രൂപീകരണം മഹാരാഷ്ട്രയിൽ BJP സർക്കാരിന്റെ ഭാവി അവതാളത്തിലാക്കുമെന്ന പേടിയും അവർക്കുണ്ട്. മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിലും ഷിൻഡെയും അജിത് പവാറും കാലുമാറിയാൽ BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഷിൻഡെ പോയാലും അജിത് പവാർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP ഡിസംബർ 4-ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഷിൻഡെയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും മറുവശത്ത് നടക്കുന്നുണ്ട്. ഷിൻഡെയ്ക്ക് സഹായം നൽകാൻ രാഹുൽ ഗാന്ധിയും തയ്യാറാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.